നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ബാധ്യതാ പട്ടികയിലേക്ക് ഒരാൾ കൂടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന് ബാധ്യതയായി തീർന്നിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VS. ആമ്പലും വെള്ളവും പോലെ കുട്ടനാടൻ കർഷകർ. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച പാടശേഖരങ്ങൾ കതിരണിഞ്ഞപ്പോൾ വീണ്ടും വെള്ളമെത്തി. കർഷകർ ആശങ്കയുടെ നെഞ്ചിടിപ്പിൽ. സർക്കാർ നിബന്ധനകളിൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്കുള്ള സൌജന്യ അരി വിതരണം. ഓണാവധിക്ക് മുമ്പ് സൌജന്യ അരി ലഭിക്കാൻ സാധ്യതയില്ല. വിശദമായ വാർത്തകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന് ബാധ്യതയായി തീർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയും കൂട്ടരും കേരളത്തെ അഴിമതിക്കാർക്ക് വിറ്റിരിക്കുകയാണെന്നും VS പറഞ്ഞു. ടൈറ്റാനിയം കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് അടിച്ചിറക്കാതെ ഉടുപ്പിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മന്ത്രി കസേരി. അങ്ങനെ അടിച്ചിറക്കാൻ നടക്കാൻ പോകുന്ന അത്യുജ്വലമായ കേരളത്തിന്റെ സമരത്തിന്റെ ഒരു നന്ദി മാത്രമാണ് ഇന്ന് കേരളത്തിലെ 14 ജില്ലാ തലസ്ഥാനങ്ങളിലും നടക്കുന്ന ഈ സമര പരിപാടികൾ വ്യക്തമാക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. EMS സ്റ്റേഡിയത്തിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തിയത്. ധർണയിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. ജ്യോതിസ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, ജോസ് കാവനാട്, സുകുമാരപിള്ള, R. നാസർ, R. രാജേഷ് MLA, അഡ്വക്കേറ്റ് U. പ്രതിഭ ഹരി, മേഴ്സി ഡയന മാസിഡോ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ച പാടശേഖരങ്ങൾ വീണ്ടും മടവീഴ്ച ഭീഷണിയിൽ. രണ്ടാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങൾ കതിർത്തല പണിയുന്ന കാലത്ത് വീണ്ടും എത്തിയ വെള്ളപ്പൊക്കം കർഷകരുടെ അവസാന പ്രതീക്ഷയും വെള്ളത്തിലാക്കുകയാണ്. കൊയ്യാൻ 40 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കുട്ടനാട്ടിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നത്. അടുപ്പിച്ചുണ്ടായ വെള്ളപ്പൊക്കങ്ങളെ തുടർന്ന് മിക്ക പാടശേഖരങ്ങളുടെയും പുറം ബണ്ടുകൾ ദുർബലമാണ്. പാലുറച്ചു തുടങ്ങുന്ന നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പൊതുജലാശയങ്ങളിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ മോട്ടോർ നടത്താൻ സാധിക്കാത്തതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ഈ നില തുടർന്നാൽ കൊയ്യാൻ കഴിഞ്ഞാൽ തന്നെ വിളവ് കുറവായിരിക്കുമെന്നും കർഷകർ പറയുന്നു. മടവീണ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിച്ച് കൃഷി രക്ഷപ്പെട്ട പാടശേഖരങ്ങളിലെ കർഷകർക്കും ഈ ആശങ്കയുണ്ട്. പുഞ്ചകൃഷിയെ അപേക്ഷിച്ച് രണ്ടാം കൃഷിയുടെ വിളവെടുപ്പിന് കാലവിളംബം കൂടുതലാണ്. പുഞ്ചവിളവെടുപ്പിന് 120 ദിവസം മതിയാവുമ്പോൾ രണ്ടാം കൃഷിക്ക് 130ഉം 145ഉം ദിവസം വരെ നീളുന്നു. വെള്ളം വറ്റിക്കുന്നതിനും പുറംബണ്ട് ഉയർത്തുന്നതിനും മടകുത്തുന്നതിനുമൊക്കെയായി പണം മുടക്കി നടുവൊടിഞ്ഞിരിക്കുകയാണ് കർഷകർ. ഓണക്കാലത്തെത്തിയ വെള്ളപ്പൊക്കം നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. കൃഷിഭവനുകളോ മറ്റ് അധികൃതരോ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്ന പരാതിയും ഇവർ ഉയർത്തുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണത്തിന് നൽകുന്ന സൌജന്യ അരി കൈപ്പറ്റാൻ ഒട്ടേറെ നിബന്ധനകളുമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. കുട്ടികളുടെ UID അല്ലെങ്കിൽ EID നമ്പർ അടിസ്ഥാനമാക്കിയാകും അരി വിതരണം. നമ്പർ ലഭിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ രക്ഷകർത്താക്കൾ റേഷൻ കാർഡ്, തിരഞ്ഞെടുപ്പ് കാർഡ് എന്നിവ ഹാജരാക്കി പ്രധാന അധ്യാപകനെ കാണിച്ച് യഥാർത്ഥ ഗുണഭോക്താവാണെന്ന് ബോധ്യപ്പെടുത്തണം. അധ്യാപകർ UID കാർഡ്, EID കാർഡ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ നമ്പർ രേഖപ്പെടുത്തണം. 5 കിലോ റേഷൻ അരി വാങ്ങാൻ ഈ നിബന്ധനകൾ പാലിച്ച് രക്ഷകർത്താക്കൾ സൌജന്യം വാങ്ങാൻ എത്തില്ലെന്നുറപ്പാണ്. അന്നന്നത്തെ അരിക്കുള്ള വഴി തേടുന്ന രക്ഷിതാക്കൾ ഒരു ദിവസത്തെ പണി ഉപേക്ഷിച്ചു വേണം സൌജന്യം ലഭിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓണാവധിക്ക് സ്കൂൾ 5-ാം തീയതി അടയ്ക്കും. അതിനു മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എങ്ങനെ അരി വിതരണം ചെയ്യാൻ കഴിയുമെന്ന ആശങ്ക അധ്യാപകർക്കുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ എത്തിയ സർക്കുലർ AEO ഓഫീസുകളിലെത്തിയെങ്കിലും പ്രധാന അധ്യാപകർക്ക് ഇനിയും ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചിട്ടില്ല.
കുട്ടനാട്ടിലാണ് ഇതിന് ഏറെ കാലതാമസമുണ്ടാകുന്നത്. വെള്ളപ്പൊക്ക കെടുതികളെ തുടർന്ന് കുട്ടനാട്ടിലെ LP സ്കൂളുകൾക്ക് ബുധനാഴ്ച അവധിയായിരുന്നു. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള 22 ലക്ഷം കുട്ടികൾക്കാണ് സൗജന്യ അരി വിതരണം ചെയ്യേണ്ടത്. വെള്ളപ്പൊക്കം ഈ നിലയിൽ തുടർന്നാൽ UP തലം വരെയുള്ളവർക്കെങ്കിലും അവധി നൽകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ കണക്ക് ക്രോഡീകരിച്ച് DEOയിൽ നിന്ന് ഇൻഡന്റ് പാസാക്കി ഇത് മാവേലി സ്റ്റോറിലെത്തുമ്പോഴേക്കും മിക്കവാറും സ്കൂൾ അടയ്ക്കും. ഓണം കഴിയാതിരുന്നാൽ ഭാഗ്യം. അരി വിതരണത്തിന് ആധാർ ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായ തർക്കമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഈ വർഷം 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ 2.5 ലക്ഷത്തോളം കുട്ടികൾക്കും പ്രീ പ്രൈമറി കുട്ടികൾക്കും വീട്ടിലിരുന്ന് പഠിക്കുന്ന വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ആധാർ UID നമ്പറുകൾ ലഭ്യമായിരുന്നില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് ഓണത്തിന് പുറമെ ക്രിസ്മസ്, ബക്രീദ് തുടങ്ങിയ ആഘോഷവേളകളിലും പ്രവേശനോത്സവത്തിനും സൗജന്യ അരി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഓണത്തിനുള്ള അരി ലഭിക്കുന്ന കാര്യം കണ്ടറിയണം. കുട്ടനാടിനിത് വെള്ളപ്പൊക്കങ്ങളുടെ ഓണക്കാലം. തുടർച്ചയായി പെയ്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും നിമിത്തം കുട്ടനാട് 3ാം തവണയും വെള്ളത്തിലായി. ഇതോടെ ഓണക്കാലം വെള്ളത്തിലാകുമെന്ന് ഏകദേശം ഉറപ്പായി. കഴിഞ്ഞ ദിവസങ്ങളിലും മഴ കനത്തതോടെ ലോവർ കുട്ടനാട് പൂർണ്ണമായും അപ്പർ കുട്ടനാടിന്റെ ചില ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. 100 കണക്കിന് വീടുകൾ വെള്ളക്കെട്ടിലാണ്. കതിരണിഞ്ഞ് പാലുറയ്ക്കുന്ന പാടശേഖരങ്ങളും മടവീഴ്ച ഭീഷണി നേരിടുന്നു. കിഴക്കൻ പെയ്ത്തിനെ തുടർന്ന് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഒഴുക്കും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. മങ്കൊമ്പ് തെക്കേക്കരയിലും 1ാം കരയിലും കിടങ്ങരയ്ക്ക് കിഴക്കും AC റോഡിൽ വെള്ളം കയറി. പുളിങ്കുന്ന് പള്ളിക്കൂട്ടുമ റോഡിലെ ഗതാഗതം തീർത്തും ദുർഘടമായിരിക്കുകയാണ്. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെയും മറ്റ് വിദ്യാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികളെ ഇത് ഏറെ ബാധിച്ചിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പനിയും മറ്റ് ജലജന്യ രോഗങ്ങളും പെരുകുകയാണ്. എന്നാൽ റോഡ് മാർഗം പുളിങ്കുന്ന് ആശുപത്രിയിലേക്ക് എത്തുക എന്നത് വെല്ലുവിളിയായിരിക്കുകയാണ്. ചമ്പക്കുളം, പുളിങ്കുന്ന് സർക്കാർ ഓഫീസുകളിലും വെള്ളത്തിലാണ്. കൈനഗിരി കൃഷിഭവന്റെ കീഴിലുള്ള ചെറുകായൽ കായൽ, ആറുപങ്ക്, വലിയ തുരുത്ത് എന്നീ പാടശേഖരങ്ങളിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കങ്ങളിൽ തന്നെ മട വീണിരുന്നു. ഇതേ തുടർന്ന് മാസങ്ങളായി ഈ പാടശേഖരത്തിന്റെ പുറംബണ്ടിൽ താമസിക്കുന്നവർ വെള്ളത്തിലാണ്. 500ഓളം കുടുംബങ്ങളാണ് ഒരു മാസത്തിലേറെയായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവിടെയുള്ളവരിൽ പലരും ജോലിക്ക് പോയിട്ട് തന്നെ മാസങ്ങളായി. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി ആഹാര സാധനങ്ങൾ എത്തിക്കുന്നതിൽ വൻ അഴിമതി നടന്നതായി UDF ആലപ്പുഴ ജില്ലാ ചെയർമാന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് S. സുധിമോൻ പറഞ്ഞു. കൈനഗിരി പഞ്ചായത്തിലെ 16 കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങളിലും കുട്ടികൾക്ക് 30 രൂപയും മുതിർന്നവർക്ക് 40 രൂപയും കണക്കാക്കി നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സുവർണ ജയന്തി പുരസ്കാർ യോജന കെട്ടിടം നാട്ടുകാർക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. LDF തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആവശ്യമുന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തുരുത്തിയിൽ നിർമ്മിച്ച SGSY കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ച് നാളേറെയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കാത്ത ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ അനാസ്ഥയ്ക്കെതിരെ നടന്ന പ്രതിഷേധ ധർണ CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ അതനുസരിച്ച് അത് ആരംഭിക്കണമെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം തുറന്ന് പ്രവർത്തനം ആരംഭിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടതാണ്. ആരാണ് കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടത്? അന്ന് ഒരു കേന്ദ്രാവിഷ്ഠ പദ്ധതിയാണെങ്കിൽ പോലും MLA അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നടപ്പിലാക്കുമ്പോൾ അന്ന് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരുന്നു. ഇപ്പോൾ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ജോസഫ് ലിബാർ അന്ന് പ്രസിഡന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയെല്ലാം സമത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഒരു കെട്ടിടം, 5 മുറികളുള്ള ഒരു കെട്ടിടം ഇതിന്റെ അനാഥമായി കിടക്കുന്നത് ചങ്ങനാശ്ശേരി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയുവാനും കഴിയും. ആരാണ് തീരുമാനമെടുക്കേണ്ടവർ? പിന്നീട് അധികാരത്തിൽ നിന്ന് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരുന്നില്ല. ഇപ്പോൾ ഭരണത്തിലേക്ക് രണ്ടിടമായിട്ട് ഭരണത്തിലിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയാണെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് UDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയാണ്. സമരസമിതി കൺവീനർ KK രാജു, സെക്രട്ടറി ബിജോയ് പ്ലാത്താനം, അനിത സാബു, PN രാജപ്പൻ, ശാലിനി അനിൽകുമാർ, ഓമന ഇടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബിവറേജസ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാല ഓണക്കാലത്ത് തുറന്ന് പ്രവർത്തിക്കരുതെന്ന് യുവമോർച്ച. മഹിളാ മോർച്ചയും യുവമോർച്ചയുടെയും ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. ഓണക്കാലത്ത് വിദേശ മദ്യ ഷാപ്പുകൾ തുറക്കുവാൻ അനുവദിക്കില്ല എന്ന BJP സംസ്ഥാന ഘടകത്തിന്റെ ആഹ്വാനമനുസരിച്ചാണ് പ്രവർത്തകർ ചങ്ങനാശ്ശേരിയിൽ ബീവറേജ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് തുടർന്ന് നടന്ന ധർണ BJP ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് NB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ
മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇനി സമരം ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഉപരോധ സമരം ഓണക്കാലത്ത് മുഴുവൻ തന്നെ ബിവറേജ് അടച്ചിടുന്നതിന് വേണ്ടിയിട്ട് കേരളമാകെ BJPയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതാണ്. എന്ത് വന്നാലും എന്ത് വില കൊടുത്തും ഈ ഓണക്കാലത്ത് ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ തുറക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശൈലമ്മ തങ്കപ്പൻ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മനീഷ്, രതീഷ് ചന്ദ്രത്തിൽ, MK ഭാസ്കരൻ, ബിന്ദു ഗോപകുമാർ, MT ഷാജി, വിജയലക്ഷ്മി അമ്മാൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് മദ്യശാല അടച്ചിട്ടു. പ്രതിഷേധവുമായി ഓണക്കാലത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ചേന്നങ്കരി 20-ാം നമ്പർ SNDP ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച പകൽ 11-നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടനാട് പാക്കേജ് സ്തംഭനാവസ്ഥയിൽ തുടരുമ്പോൾ 12 മാസവും പ്രദേശവാസികൾ വെള്ളത്തിലാണ്. ഇതിനെതിരെയാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈശ്യംഭാഗം 12-ാം വാർഡ് RO പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. മാതിരമ്പള്ളി പമ്പ് ഹൌസിന് സമീപമാണ് ചടങ്ങ് നടന്നത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാക്കേജിനെ പറ്റി ഒത്തിരിയധികം ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും ഏതാണ്ട് 76 RO പ്ലാന്റുകളാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ട് കമ്മീഷൻ ചെയ്യുന്നത്. അതില് 6 എണ്ണം നെടുമുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും നെടുമുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുപോകുന്നു. 6. എനിക്ക് തോന്നുന്നു ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 6 പഞ്ചായത്തുകൾ, ഇതില് 6 പഞ്ചായത്തുകളില് ഏറ്റവും ഭംഗിയായി ഏറ്റവും കാര്യപ്രാപ്തിയോടുകൂടി ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് അനിയപ്പൻ അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി.
ബിജി സോണി, റോബർട്ട് ജോൺസൺ, യശോദ സുകുമാരൻ, MK ചാക്കോ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴയിൽ ഹൌസ് ബോട്ടുകളിൽ പരിശോധന. രജിസ്ട്രേഷനും മതിയായ രേഖകളും ഇല്ലാത്ത ഹൌസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നു എന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. KIV രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, മറ്റ് രേഖകൾ എന്നിവ ബോട്ടുകൾക്ക് കൃത്യമായും ഉണ്ടോ എന്നുള്ളതാണ് സംഘം പരിശോധിച്ചത്. 9ഓളം സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. പരിശോധനയിൽ രേഖകളില്ലാത്ത ഹൌസ് ബോട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും മതിയായ രേഖകളുമില്ലാത്ത ഹൌസ് ബോട്ടുകൾക്ക് 30,000 രൂപ പിഴയും നൽകി. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും പെട്ട് വീട് തകർന്നു വീണു. നെടുമുടി പഞ്ചായത്ത് 12ാം വാർഡിൽ ശാന്തമ്മയുടെ വീടാണ് വീണത്. പുലർച്ചെ 3 മണിയോടുകൂടി വൻ ശബ്ദത്തോടെ മേൽക്കൂര നിലംപതിച്ചു. ഓട് വീഴുന്ന ശബ്ദം കേട്ട് മകനും ഭാര്യയും മക്കളെയും കൊണ്ട് പുറത്തേക്ക് ഓടിയതിനാലാണ് ദുരന്തം ഒഴിവായത്. ഏകമകന്റെ കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് 5 പേരുള്ള ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. ആകെ ഉണ്ടായിരുന്ന വീട് കൂടി തകർന്നപ്പോൾ മക്കളെയും പ്രായമായ അമ്മയെയും കൂട്ടി അയൽപ്പക്കത്താണ് അഭയം തേടിയിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് ദയുണ്ടാവണം, എങ്കിൽ മാത്രമേ കേറിക്കിടക്കാൻ ഒരു കൂര വെക്കാനാവൂ എന്നാണ് ശാന്തമ്മ പറയുന്നത്. എനിക്കൊരു മോനാ ഉള്ളത്. ആ മോന് കൂലിപ്പണിയാ. 2 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അതുങ്ങളുമായിട്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. കൂര മുഴുവനും വീണു തകർന്നു. എത്ര മണിയോടുകൂടി അമ്മ വീണത്? 3 മണി. പെരക്കകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? പെരക്കകത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എത്ര ദേഹത്തോ ആൾക്കാർക്ക് പരിക്കുണ്ടോ? ഒന്നും വീണില്ല. കുട്ടികൾ എത്ര പേരുണ്ട്? 2. എത്ര ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? ഒന്ന് +2-നും ഒന്ന് 10-ലും. 1-ാം തീയതി വെളുപ്പിനെ 3 മണിക്ക് കാറ്റും മഴയത്തുമാണ് പെര വീണത്. ഈ പൊട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് പൊട്ടിയ കാര്യം പഞ്ചായത്തിലൊക്കെ ഞാൻ നേരത്തെ മുതൽ പറയുന്നത്. പഞ്ചായത്തിലും നമ്മുടെ മെമ്പർ ജിജി മെമ്പറിനോടൊക്കെ പറഞ്ഞതാണ്. പറഞ്ഞിട്ട് അവരതിന്റെ ഒരു കാര്യം ഇപ്പൊ വരും നമുക്ക് ശരിയായിട്ടുണ്ട് പേരുണ്ടെന്ന് പറഞ്ഞ് പറയുന്നല്ലാതെ ഇവിടെ ഒരു കാര്യങ്ങളും ഇതുപോലെ നടന്നിട്ടില്ല. വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എടത്തുവ വെയിറ്റിംഗ് ഷെഡും പരിസരവും വൃത്തിയാക്കി. എടത്തുവ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും നിരന്തര ആവശ്യമായിരുന്നു ഇത്. ദിവസേന ആയിരങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന എടത്തുവായിലെ വെയിറ്റിംഗ് ഷെഡ് മാലിന്യ കൂമ്പാരമായിരുന്നു. വിദ്യാർത്ഥികളും യാത്രികരും മൂക്കുപൊത്തിയാണ് ഇവിടെ ബസ് കാത്തു നിന്നിരുന്നത്. ഇതുപോലെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് ക്ലബ്ബുകളെയും ചാരിറ്റി ട്രസ്റ്റുകളെയും പ്രസക്തമാക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി പറഞ്ഞു. വളരെ മാസങ്ങളായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവൃത്തികളും എടത്തുവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തില് സാമൂഹ്യബന്ധിയായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ എല്ലാവിധ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ പിന്തുണയും സഹകരണവും അഭിവാദ്യങ്ങളും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു, K സതീഷ് കുമാർ, നോബിൾ, സതീഷ് വിളഞ്ഞൂർ എന്നിവർ സംസാരിച്ചു. എടത്തുവ ടൗണിന്റെ നിലനിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് വൃത്തിയാക്കുന്നതിന് അഭിനന്ദിക്കുകയാണ്. സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വെയിറ്റിംഗ് ഷെഡ് ഇവിടെ നിന്ന് മാറ്റി പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. എന്തായാലും അവരുടെ ഈ പ്രവർത്തനത്തെ വളരെ അഭിനന്ദിക്കുകയാണ്. പ്രവർത്തന ശ്ലാഘനീയമാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഇതുപോലെയുള്ള ബന്ധപ്പെടലുണ്ടാകണമെന്ന് മാത്രമേ ചെയ്യുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് വിവേകാനന്ദ ട്രസ്റ്റ് നേതൃത്വത്തിൽ എടത്തുവ ഗവൺമെന്റ് ആശുപത്രി ശുചീകരിക്കുന്ന വളരെ സ്തുത്യർഹമായ സേവനം നടത്തിയുണ്ടായി. ഇപ്പോൾ ഈ മഴക്കാലത്ത് വളരെ ദിവസങ്ങളായി വളരെ മാസങ്ങളായി ജനങ്ങൾ എപ്പോഴും പരാതിപ്പെടുമായിരുന്ന എടത്തുവ വെയിറ്റിംഗ് ഷെഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി വൃത്തിഹീനമായി കിടന്ന ഈ വെയിറ്റിംഗ് ഷെഡ് ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ വിവേകാനന്ദ ട്രസ്റ്റിനെയും അതിന്റെ ഭാരവാഹികളെയും ഈ അവസരത്തിൽ അനുമോദിക്കുവാനും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യും. വേറിട്ട ഓണാഘോഷവുമായി ചങ്ങനാശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ജീവനക്കാർ. അത്തപ്പൂക്കളവും വിവിധ കലാപരിപാടികളും ഓഫീസ് അങ്കണത്തിൽ നടന്നു. എന്നും കാക്കി യൂണിഫോമിൽ മറ്റുള്ളവരുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ 24 മണിക്കൂറും നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരുപറ്റം ഉദ്യോഗസ്ഥർ. നാടിന്റെ ആഘോഷത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇവർ. ബുധനാഴ്ച രാവിലെ ഫയർ സ്റ്റേഷൻ മുൻപിൽ വലിയ അത്തപ്പൂക്കളം തീർത്തു. തുടർന്ന് പിണ്ടിയിൽ കയറ്റം, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, വടംവലി തുടങ്ങിയ നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കൂടാതെ പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി. എല്ലാ വർഷവും ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കാറുള്ളതാണ്. ഇപ്രാവശ്യവും മഴയാണെങ്കിലും ഞങ്ങൾ
ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. അതിപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ അത്തപ്പൂടുന്നുണ്ട്. അതിനുശേഷം ചെറിയ കളികളൊക്കെ സംഘടിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. മഴ മൂലം അതൊന്നും ഇപ്പം നടത്താൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ഞങ്ങൾ അത്തപ്പൂടുന്നത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പൂ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാലും ഞങ്ങൾ പൂ കിട്ടാൻ പ്രയാസമാണെങ്കിലും ഞങ്ങൾ ഡ്യൂട്ടിക്ക് വരുന്ന ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും കുറച്ച് പൂ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് പൂജാത്തപ്പൂ ഞങ്ങളുടെ കുറച്ച് ഞങ്ങൾ കടകളിൽ നിന്നും മേടിച്ച് രാവിലെ ഇങ്ങനെ അത്തപ്പൂ ഇടുകയാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഓണ സദ്യ ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അറിയാവുന്ന ഓണത്തിന്റെ ഒരുമയും സ്നേഹമൊക്കെയാണ്. അത് ഞങ്ങളുടെ ഓണസദ്യയൊക്കെ നടത്തി. മാമ്പുഴക്കരി സിസ്റ്റർ ഹാത്തൂണ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. AK ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നാടൻ കലാരൂപങ്ങൾ കൊണ്ട് വ്യത്യസ്തതയാർന്നതായിരുന്നു ഓണാഘോഷ പരിപാടികൾ. ഓണപ്പാട്ട്, തിരുവാതിര, വഞ്ചിപ്പാട്ട്, കോലടി, നാടൻപാട്ട്, ഓലമടയൽ, വാലുപറിക്കൽ, ഊഞ്ഞാലാട്ട് തുടങ്ങി നിരവധി കലാരൂപങ്ങൾ അരങ്ങേറി. പുന്നപ്ര കമ്മ്യൂണിറ്റി പോളിടെക്നിക്കിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഫൗണ്ടേഷൻ ഫീൽഡ് ഓഫീസർ ജിജി, കുര്യൻ, കൃഷ്ണകുമാരി ടീച്ചർ, ബാബു, ദിവ്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് തൊഴിൽ രഹിത വേതന വിതരണം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും. ഗുണഭോക്താക്കൾ ആവശ്യമായ രേഖകൾ സഹിതം ഹാജരാകണം. രാവിലെ 11 മുതൽ 3 വരെയാണ് വിതരണം നടക്കുകയെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ബാധ്യതാ പട്ടികയിലേക്ക് ഒരാൾ കൂടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന് ബാധ്യതയായി തീർന്നിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VS. ആമ്പലും വെള്ളവും പോലെ കുട്ടനാടൻ കർഷകർ. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച പാടശേഖരങ്ങൾ കതിരണിഞ്ഞപ്പോൾ വീണ്ടും വെള്ളമെത്തി. കർഷകർ ആശങ്കയുടെ നെഞ്ചിടിപ്പിൽ. സർക്കാർ നിബന്ധനകളിൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ അരി വിതരണം. ഓണാവധിക്ക് മുമ്പ് സൗജന്യ അരി ലഭിക്കാൻ സാധ്യതയില്ല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.